كل نفس ذائقة الموت ثم إلينا ترجعون. ദുനിയാവിൽ നമുക്ക് നേട്ടം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ അറിയുന്ന, ദുനിയാവിൽ നമുക്ക് സുഖം നൽകുമെന്ന് നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ മുമ്പിലെത്തിയാൽ അത് നേടിയെടുക്കാൻ നമ്മൾ കാണിക്കുന്ന ആവേശവും ഉത്സാഹവും ഒന്നും പലപ്പോഴും പരലോകത്ത് നമുക്ക് ഉപകാരമുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ ഒരു ആവേശവും ഉത്സാഹവും ഒന്നും നമ്മൾ കാണിക്കാറില്ല. അതൊരു കുറ്റബോധത്തോടു കൂടി ചിലപ്പോഴെങ്കിലും നമ്മൾ മനസ്സിൽ നമ്മൾ ഓർമ്മപ്പെടുത്താറുണ്ട്. ഈ ഒരു പള്ളിയിൽ തന്നെ വെള്ളിയാഴ്ച സുദിനങ്ങളിൽ രാവിലെ അതിനേരത്തെ ഇവിടെ കുറച്ച് ആടുകളെ അറുത്ത് വിതരണം ചെയ്യുന്നു എന്നറിഞ്ഞാൽ വളരെ ആവേശത്തിൽ വളരെ നേരത്തെ അത് നേടിയെടുക്കാൻ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും എത്തിച്ചേരും. അത് കുറച്ച് സമ്പത്തും സൗകര്യമുള്ള ആളുകൾ പോലും ഇവിടെ അങ്ങനെ എന്തെങ്കിലും വിതരണം ചെയ്യുന്നു എന്നറിഞ്ഞാൽ അത് നേടിയെടുക്കാൻ ഒരു ആവേശമുണ്ടാകും. അതേ സമയത്ത് പരലോകത്ത് നമുക്ക് നേട്ടമുണ്ടാക്കി തരുന്ന, എന്നാൽ വളരെ കുറഞ്ഞ അധ്വാനം കൊണ്ട് മാത്രം വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നൽകും എന്നുറപ്പുള്ള ആയിരക്കണക്കിന് അവസരങ്ങളും ആയിരക്കണക്കിന് സാധ്യതകളും നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ പോലും അതിനെ അവഗണിച്ച് നിസ്സാരമായിട്ടാണ് നമ്മളതിനെ സമീപിക്കാറുള്ളത്. എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ? നമുക്കറിയാം, പരലോകമാണ്, വൽ ആഖിറത്തു ഖൈറു വ അബ്ഖാ, പരലോകമാണ് എന്നെന്നും അവശേഷിക്കുന്നതും ഏറ്റവും ഉത്തമമായത് എന്ന് നമുക്കറിയാം. ദുനിയാവിലെ ജീവിതം ഇത് താൽക്കാലികമാണ് എന്നും ഇവിടെ നിന്ന് വിട പറഞ്ഞ് പോകേണ്ടവരാണ് എന്നും നമുക്ക് ബോധ്യമുണ്ട്. പക്ഷെ എന്നിട്ടും എന്തേ ഇങ്ങനെ സംഭവിക്കുന്നു? അതിന് സുപ്രധാനമായി ചില കാരണങ്ങളുണ്ട്. അതിലൊന്ന്, നമ്മുടെ മനസ്സിൽ കുറേ കാലം നമ്മളിവിടെ ജീവിക്കുമെന്ന ഒരു തോന്നലാണ്. മാത്രവുമല്ല, മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ കുറയുമ്പോഴാണ് പരലോകത്തിനു വേണ്ടിയുള്ള അധ്വാനങ്ങൾക്ക് പ്രാധാന്യം കുറയുകയും ദുനിയാവിന് വേണ്ടിയുള്ള നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൂടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യം, നമ്മുടെ മനസ്സിനെ എപ്പോഴും പറഞ്ഞു പഠിപ്പിക്കേണ്ട സുപ്രധാനമായ കാര്യം, ഈ ലോകത്ത് നിന്ന് ഏതു നിമിഷവും മരണപ്പെടേണ്ടവരാണ് നമ്മൾ. എല്ലാം അവസാനിച്ച് എല്ലാം ഒഴിവാക്കി റബ്ബിങ്കലേക്ക് യാത്ര തിരിക്കേണ്ടവരാണ് നമ്മൾ എന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിനെ നിരന്തരം നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അക്തിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സകല സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾ അധികരിപ്പിക്കണം. മരണത്തെക്കുറിച്ച് ചിന്തിക്കാനല്ല പറയുന്നത്, മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ അധികരിപ്പിക്കണം. എപ്പോഴും ആ ഒരു ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ അധികരിക്കുമ്പോഴാണ് നന്മകളിൽ, പരലോകത്തേക്ക് വേണ്ടിയുള്ള അധ്വാനങ്ങളിൽ വളരെ ഉത്സാഹത്തോടു കൂടി നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അയ്യുന്നാസി അഖിയസ്, പ്രവാചകരെ, ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യനാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അക്തറുഹും ദിക്റൻ ലിൽ മൗതി, ഏറ്റവും കൂടുതൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനും വഅഹ്സനുഹും ലഹു ഇസ്തിഅദാദൻ, ആ മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി പണിയെടുക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തും. സഹോദരന്മാരെ, ധാരാളമായി നമ്മുടെ മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും ആ മരണാനന്തര ജീവിതത്തിന് വേണ്ടി നന്മകൾ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സുകളിൽ നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ജോലിക്ക് വേണ്ടി പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ പറയണം, ഇനി ഒരു മടക്കം ഒരുപക്ഷെ ഈ വീട്ടിൽ മയ്യിത്തായിട്ടായിരിക്കും തിരിച്ചു വരുന്നുണ്ടാവുക. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുടുംബക്കാരോട്, ഭാര്യയോട്
മാതാപിതാക്കളോട് മക്കളോടുള്ള ബാധ്യതകളെല്ലാം നിർവഹിച്ചിട്ട് ആണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്ന് ഞാൻ ഉറപ്പുവരുത്തണം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ മനസ്സിനോട് പറയണം, ഒരു പക്ഷേ രാവിലെ ഈ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ എനിക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഈ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആരോടും ഒരു പകയും വിദ്വേഷവും ഇല്ലാതെ, ആരോടും മനസ്സിലൊരു ഈർഷ്യതയില്ലാതെ, ആരോടുമുള്ള ബാധ്യതകളിൽ വീഴ്ച വരുത്താതെയാണ് ഞാൻ ഇന്ന് ഈ ചെറിയ മരണത്തിലേക്ക് വഴുതി വീഴുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇദാ അസ്ബഹത ഫലാ തൻതദിരി മസാഅ. നിങ്ങളിലേക്ക് ഒരു പ്രഭാതം വന്നണഞ്ഞാൽ പിന്നെ ഒരു സൂര്യാസ്തമയത്തെ പ്രതീക്ഷിച്ച് നിങ്ങൾ കാത്തിരിക്കരുത്. വൈകുന്നേരം ഈ ദുനിയാവിൽ ഞാൻ ഉണ്ടാകില്ല എന്ന ചിന്തയോടുകൂടി നിങ്ങൾ ഇവിടെ കഴിയണം. ഫൈദാ അംസൈത, നിങ്ങളിലേക്കൊരു പ്രദോഷം വന്നണഞ്ഞാൽ ഫലാ തൻതദിരി സ്വബാഹ, നിങ്ങളൊരു പ്രഭാതത്തെ, ഒരു സൂര്യോദയത്തെ കാത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കരുത്. പകലിൽ ഞാൻ ഉണ്ടാകില്ല എന്ന ചിന്തയോടുകൂടി നമ്മളിവിടെ ജീവിക്കണം. സഹോദരങ്ങളെ, ആ നിലക്ക് മരണത്തെക്കുറിച്ച് ചിന്തിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മളെ മരണത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലേക്കൊക്കെ അടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കബറാളികളുടെ കബറിന്റെ ഓരത്ത് ചെന്ന് നമ്മൾ നിൽക്കണം. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട്. ഉപ്പ മരണപ്പെട്ടവർ, സഹോദരങ്ങൾ മരണപ്പെട്ടവർ, ഉമ്മ മരണപ്പെട്ടവർ, കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ, ഭർത്താവും ഭാര്യയും ഒക്കെ മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അവരുടെ കബറിന്റെ ഓരത്ത് ചെന്നുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ചിന്തിക്കണം. നമ്മളെപ്പോലെ ഈ ദുനിയാവിൽ ജീവിച്ച മനുഷ്യന്മാരാണ്. സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നവർ, സമ്പത്തുണ്ടായിരുന്നവർ, വീടും കാറും സൗകര്യങ്ങളുമെല്ലാം ഉണ്ടായിരുന്നവരാണ്. നമുക്ക് മുമ്പേ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമെന്ന് അവരാരും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇന്നവർ ഈ കബറിന്റെ ഉള്ളിലാണ്. അവരുണ്ടാക്കിയതെല്ലാം ഇവിടെ ബാക്കിയാക്കി അവർ ഈ കബറിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ സൗന്ദര്യങ്ങൾ ഈ കബറിലെ മണ്ണ് കാർന്നു തിന്നിട്ടുണ്ട്. അവരുടെ സമ്പത്ത് അവരുടെ മക്കൾ അനന്തരം എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ ഭാര്യയെ മറ്റാരോ വിവാഹം കഴിച്ചിട്ടുണ്ട്. അവർ ഈ കബറിലാണ്. അതുകൊണ്ട് ഈ കബറാളിയെ പോലെ നേടിയതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് ഈ കബറിൽ ചെന്ന് കിടക്കേണ്ടവനാണ് എന്ന് ആ കബറിന്റെ ഓരത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാൻ സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കാൻ സാധിച്ചാൽ, അങ്ങനെ മരണത്തെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കാൻ സാധിച്ചാൽ, പണ്ഡിതന്മാർ പറയുന്നു 3 കാര്യങ്ങൾ നമുക്കുണ്ടാകും, 3 നേട്ടങ്ങൾ ഉണ്ടാകും. ഒന്നാമത്തത് തഅജീലു തൗബ. തൗബയെ നമുക്ക് എപ്പോഴും തൗബ ചെയ്യാൻ സാധിക്കും. തൗബയെ നമ്മൾ ഒരിക്കലും പിന്തി വെക്കില്ല. നാളെയാകട്ടെ, സമയമുണ്ടല്ലോ, പിന്നീടാകാം. ചെയ്തു പോകുന്ന പാപങ്ങൾ കഴുകിക്കളഞ്ഞ അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ട് ഇനിയും എന്ന് നമ്മൾ ചിന്തിക്കില്ല. എപ്പോഴും മരിക്കേണ്ടവരാണ് എന്ന ചിന്തയുണ്ടാകുമ്പോൾ നമ്മൾ അല്ലാഹുവിനോട് ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി പിന്തിരിയും. ജീവിതത്തിൽ ഒരു പാപങ്ങളും നമ്മൾ അവശേഷിപ്പിക്കില്ല. രണ്ടാമത്തത് ഖനാഅത്തുൽ ഖൽബ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കും. എന്തെങ്കിലും കിട്ടിയാൽ അതിൽ കുറവുകൾ പറഞ്ഞ്, അതിൻ്റെ പോരായ്മകൾ പറഞ്ഞ്, അതിൻ്റെ ഇല്ലായ്മകൾ പറഞ്ഞ് എപ്പോഴും പരാതികൾ മാത്രമായി കഴിഞ്ഞുകൂടുന്ന സാഹചര്യം ഉണ്ടാകില്ല. എന്താണോ കിട്ടിയത്, ദുനിയാവിൽ എന്താണോ കിട്ടിയത്, ഇത് താൽക്കാലികമാണ്. ഇതുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു പോകാൻ നമുക്ക് സാധിക്കും. പരലോകത്തിനു വേണ്ടി അധ്വാനിക്കുന്നിടത്ത് ധാരാളമായി കിട്ടണമെന്ന ആഗ്രഹം നമുക്കുണ്ടാകും. മൂന്നാമത്തത് നശാത്തുൽ ഇബാദാത്ത്. ഇബാദാത്തുകളിൽ ഉത്സാഹവും ആവേശവും ഉണ്ടാകും. തൊട്ടടുത്ത് മരണപ്പെട്ടു പോകേണ്ടവനാണ് ഞാൻ എന്ന ചിന്തയുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഇബാദാത്തുകളിൽ നമ്മൾ മുമ്പിലുണ്ടാകും. നന്മകൾ നമ്മൾ പിന്നേക്ക് പിന്തിവെക്കില്ല. കിട്ടുന്ന അവസരങ്ങൾ, നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തും. അതുകൊണ്ട് ആ നിലക്ക് മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ 3 തരക്കാരാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ഒന്നാമത്തെ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൃത്യമായി ഓർക്കുന്ന, ഈ ദുനിയാവിൻ്റെ നിസാരത ബോധ്യപ്പെട്ട, പരലോകത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞ ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മരണപ്പെട്ട അല്ലാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന നിമിഷങ്ങളെക്കുറിച്ച് അവർ ഓർക്കും. അല്ലാഹുവിൻ്റെ ഏറ്റവും ഭംഗിയുള്ള മനോഹരമായ ആ മുഖം കാണാൻ അവരാഗ്രഹിക്കും.
അള്ളാഹുവിൻ്റെ മുമ്പിൽ അവരേറെ ഇഷ്ടപ്പെടുന്ന തങ്ങളുടെ രക്ഷിതാവിൻ്റെ മുമ്പിൽ ചെല്ലാനും അള്ളാഹുവിനെ കാണാനുമുള്ള ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാകും. ആ നിലക്ക് അവർ മരണത്തെക്കുറിച്ച് ചിന്തിക്കും. രണ്ടാമത്തെ ആളുകൾ അവർ തിന്മയിൽ കഴിഞ്ഞുകൂടിയ ആളുകളാണ്. ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ അവർ നഷ്ടപ്പെടുത്തിയിരുന്നു. പക്ഷേ അള്ളാഹു ഏതോ ഒരു അവസരത്തിൽ തൗബ ചെയ്ത് മാറി വരാൻ അവർക്ക് അവസരം നൽകി. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ അവർ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പേടിയോടുകൂടി ചിന്തിക്കും, റബ്ബേ, ഈ തൗബയൊന്ന് പൂർത്തീകരിക്കാൻ, ചെയ്തു പോയ പാപക്കറകളൊക്കെ നന്മകൾ കൊണ്ട് കഴുകിക്കളയാൻ മരണം ഉടനെ അടുത്തെത്തിയാൽ എനിക്ക് കഴിയാതെ പോകും. ഇനിയും നന്മകൾ ചെയ്യാൻ അവസരം കിട്ടിയാൽ വീഴ്ച വരുത്തിയതൊക്കെ നന്നാക്കി നന്മകളിൽ ആവേശത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. ആ നിലക്ക് മരണത്തെ ഭയപ്പെടുന്ന ആളുകൾ. ഈ രണ്ടാളുകളും മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ സംബന്ധിച്ചിടത്തോളം നന്മകളിൽ മുന്നേറാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും അവർക്ക് അവസരം നൽകും. മൂന്നാമത്തെ വിഭാഗം ആളുകൾ അവർ മരണത്തെക്കുറിച്ച് എത്രത്തോളം ചിന്തിക്കുന്നുവോ അതിനനുസരിച്ച് അവർ അള്ളാഹുവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. ആ ആളുകൾ ചിന്തിക്കുന്നത് മരണപ്പെടുമ്പോൾ, മരണവാർത്ത കേൾക്കുമ്പോൾ, ഏതെങ്കിലും ദുരന്തങ്ങളിൽ കേൾക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ മരണവാർത്തകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ കുടുംബത്തിലോ സുഹൃത്തുക്കളിലോ ആരുടെയെങ്കിലും മരണവാർത്തകൾ കേൾക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് ആ ആളുകൾക്ക് ദുനിയാവിലെ നഷ്ടപ്പെട്ട അവസരങ്ങളെ കുറിച്ചായിരിക്കും. ആ മനുഷ്യൻ ഒരുപാട് അധ്വാനിച്ച് പുറത്തു പോയി വിദേശത്ത് പോയി ഒരുപാട് അധ്വാനിച്ച് ഉണ്ടാക്കിയ വീടായിരുന്നു. ആ വീട്ടിലേക്കൊന്ന് കയറാൻ പോലും കഴിയാതെ മനുഷ്യൻ മരണപ്പെട്ടു പോയി. എത്ര ഹതഭാഗ്യവാനാണ്. അല്ലെങ്കിൽ ആ മനുഷ്യന്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കും. ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി, മക്കൾ അനാഥരായി, ഭാര്യ വിധവയായി, കുടുംബത്തിലാകെ ഉണ്ടായിരുന്ന രത്താണിയായി. ആ ചിന്തകൾ മാത്രമായിരിക്കും. ദുനിയാവിൽ അയാൾക്കും അയാളുടെ കുടുംബത്തിനുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുക. മറിച്ച് അയാളെപ്പോലെ ഞാനും മരണപ്പെടേണ്ടവനാണ്. അയാളിതാ അദ്ദേഹത്തിന്റെ റൂഹ് പിടിച്ചത് മുതൽ അദ്ദേഹം മരണാനന്തര ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആ ലോകത്ത് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെ കുറിച്ച് അത്തരം ആളുകൾ ചിന്തിക്കില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ആദ്യം ഓടി വരേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ മനുഷ്യനെ പോലെ നമ്മളും അല്ലാഹുവിലേക്ക് മടങ്ങി പോകേണ്ടവരാണ്. ഇതുപോലെ ഒരു മരണം എനിക്കും ഉണ്ടാകും. അതേപോലെ തന്നെ ആ മനുഷ്യന്റെ അവസ്ഥകളെക്കുറിച്ച് ചിന്തിക്കണം. റൂഹ് പിടിച്ചത് മുതൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഏതവസ്ഥയിലായിരിക്കും അദ്ദേഹത്തിന്റെ റൂഹ് പിടിച്ചിട്ടുണ്ടാവുക? നല്ല ആത്മാവേ എന്ന് വിളിച്ചുകൊണ്ട് മലക്കുകൾ ക്ഷണിച്ചിട്ടുണ്ടാകുന്നു. മുഖത്തും പിറകിലുമൊക്കെ മലായിക്കത്തുകൾ അടിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ റൂഹ് പിടിച്ചിട്ടുണ്ടാകും. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഒരിക്കൽ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരിയായ ഒരു സ്വഹാബി മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജനാസയുമായി ഖബർസ്ഥാനിലേക്ക് പോവുകയാണ്. പ്രവാചകന്റെ കൂടെ സ്വഹാബാക്കളും പോവുകയാണ്. ഖബർസ്ഥാനിലെത്തി. ഖബറിൻ്റെ പണി പൂർത്തിയായില്ല. പ്രവാചകനും സ്വഹാബാക്കളും ആ മണ്ണിലിരുന്നു. പ്രവാചകന്റെ കയ്യിലുള്ള ചെറിയ കോലുകൊണ്ട് പ്രവാചകൻ ഭൂമിയിലൊന്ന് തട്ടി തല ഉയർത്തിയിട്ട് സ്വഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ പിന്നെ ഖബറിലെ ശിക്ഷയിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊള്ളുക. പ്രവാചകൻ 3 തവണ പറഞ്ഞു, നിങ്ങൾ ഖബറിലെ ശിക്ഷയിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊള്ളുക. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഓർമ്മപ്പെടുത്തി, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ ആ മനുഷ്യന്റെ ദുനിയാവിലെ ജീവിതം അവസാനിക്കുകയും പരലോക ജീവിതം തുടങ്ങുകയും ചെയ്താൽ അവന്റെ അടുക്കലേക്ക് ആകാശലോകത്തിൽ നിന്നും സ്വർഗത്തിലെ കഫം പുടവകളും സ്വർഗത്തിലെ സുഗന്ധങ്ങളുമായി മലായിക്കത്തുകൾ അവന്റെ ചുറ്റും മുന്ന് നിറഞ്ഞു നിൽക്കും. പിന്നീട് അവന്റെ അടുക്കൽ മലക്കുൽ മൗത്ത് വരും. അവന്റെ തലയുടെ ഭാഗത്തിരിക്കും. എന്നിട്ട് ആ മനുഷ്യനോട് പറയും, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാനിഹി. അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും അവന്റെ തൃപ്തിയിലേക്കും പുറപ്പെട്ടുകൊള്ളുക. സമാധാനത്തോടുകൂടി അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കൂജയിൽ നിന്നും വെള്ളമൊഴിക്കുന്നത് പോലെ അവന്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് പുറത്തു വരും. കൂടെയുള്ള മലായിക്കത്തുകൾ ഞൊടിയിടയിൽ ആ ആത്മാവിനെ സ്വീകരിച്ച് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫം പുടവയിൽ ആ ആത്മാവിനെ വെക്കും. ആ സന്ദർഭത്തിൽ ദുനിയാവിൽ അനുഭവിക്കുന്ന ഏറ്റവും സുഗന്ധമുള്ള കസ്തൂരിയുടെ ഗന്ധം ആ കഫം പുടവയിൽ നിന്ന് അടിച്ചു വീശും. അങ്ങനെ ആ ആത്മാവിനെയും കൊണ്ട് മലായിക്കത്തുകൾ ആകാശലോകത്തിലേക്ക് യാത്ര പുറപ്പെടും. ആകാശത്ത് ലോകത്തിലേക്ക്
കബറിലേക്ക് പുറപ്പെടുമ്പോൾ ഉപരിലോകത്തെ മലായിക്കത്തുകൾ ആ മനുഷ്യനെ കുറിച്ച് ചോദിക്കും, ആരുടേതാണ് ഈ നല്ല ആത്മാവ്? അപ്പൊ മലായിക്കത്തുകൾ പറയും, ദുനിയാവിലെ ഏറ്റവും നല്ല പേരുകൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തും. ഒന്നാം ആകാശത്തിലേക്ക് എത്തുമ്പോൾ ആകാശത്തിന്റെ കവാടങ്ങൾ ആ ആത്മാവിന് വേണ്ടി തുറക്കാൻ മലായിക്കത്തുകൾ ആവശ്യപ്പെടും. ആ മനുഷ്യന് വേണ്ടി ഒന്നാം ആകാശത്തിലെ കവാടങ്ങൾ തുറക്കപ്പെടും. ഒന്നാം ആകാശത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ മനുഷ്യനോട് ആ അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലായിക്കത്തുകൾ സലാം പറയും. ആരാണ് ഈ നല്ല ആത്മാവ് എന്ന് ചോദിക്കും. ദുനിയാവിൽ അറിയപ്പെട്ട ഏറ്റവും നല്ല പേരുകൊണ്ട് ആ മനുഷ്യനെ പരിചയപ്പെടുത്തും. ശേഷം മൂന്നാം ആകാശത്തിൽ രണ്ടാം ആകാശത്തിലേക്ക് പോകുമ്പോൾ ഒന്നാം ആകാശത്തിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടിയ മുഴുവൻ മലായിക്കത്തുകളും അദ്ദേഹത്തെ രണ്ടാം ആകാശത്തിലേക്ക് യാത്ര പറയുന്നതിന് വേണ്ടി ഈ ആത്മാവിന്റെ പിന്നാലെ പോകും. അങ്ങനെ ഓരോ ആകാശങ്ങളും കഴിഞ്ഞ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, എൻ്റെ ഈ അടിമയുടെ രേഖകൾ അയ്ലിയീനിൽ രേഖപ്പെടുത്തുക. എന്നിട്ട് ആ മനുഷ്യനെ ഖബറിലേക്ക് തന്നെ തിരിച്ചു മടക്കുക. കാരണം ആ ഖബറിൽ നിന്നാണ്, ആ മണ്ണിൽ നിന്നാണ് ഞാൻ അവനെ സൃഷ്ടിച്ചത്. അതിലേക്ക് തന്നെ ഞാൻ അവനെ മടക്കും. അതിൽ നിന്ന് ഒരിക്കൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അങ്ങനെ ആ മനുഷ്യന്റെ ആ ശരീരത്തിലേക്ക് ജനാസ സംസ്കരണങ്ങളെല്ലാം കഴിഞ്ഞ് കുടുംബക്കാരും നാട്ടുകാരും ചേർന്ന് ഇറക്കി വെച്ച ആ ഖബറിലെ ശരീരത്തിലേക്ക് ആ ആത്മാവിനെ മടക്കപ്പെടും. ആ ആത്മാവിനെ മടക്കിക്കഴിഞ്ഞ് ഖബറിന്റെ ചുറ്റും നിന്നും കുടുംബക്കാരും എല്ലാവരും അവസാനത്തെ ആളും പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ 2 മലായിക്കത്തുകൾ വരും. ആ മലായിക്കത്തുകൾ ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചിരുത്തും. എന്നിട്ട് അവനോട് ചോദിക്കും, നിന്റെ രക്ഷിതാവാരാണ്? അവൻ പറയും, റബ്ബി അല്ലാഹ്, എൻ്റെ രക്ഷിതാവ് അല്ലാഹുവാണ്. പിന്നീട് ചോദിക്കും, നിന്റെ ദീനേരാണ്? ആ മനുഷ്യൻ പറയും, ഇസ്ലാമാണ്. നിന്നിലേക്ക് അയക്കപ്പെട്ട ഈ മനുഷ്യനാരാണ്? അവൻ പറയും, അല്ലാഹുവിൻ്റെ റസൂലാണ്. നിനക്ക് എന്തറിവാണുള്ളത്? മനുഷ്യൻ പറയും, ഞാൻ അല്ലാഹുവിന്റെ കിതാബ് വായിച്ചു, അതിൽ വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്തു. ആകാശത്തു നിന്നൊരു വിളിയാളം ഉണ്ടാകും, എൻ്റെ അടിമ അവൻ സത്യം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഫഅഫ്രിജൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വിരിപ്പ് നീ അവന്റെ ഖബറിൽ വിരിച്ചു കൊടുക്കുക. വഅൽബിസൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ പുടവകൾ നീ അവനെ അണിയിക്കുക. വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ളൊരു വാതിൽ അവന്റെ ഖബറിൽ നീ തുറന്നു കൊടുക്കുക. ആ സ്വർഗ്ഗത്തിൽ നിന്നും മനോഹരമായ സുഗന്ധങ്ങൾ അടിച്ചു വീശും. അവന്റെ കണ്ണെത്താ ദൂരം വരെ ആ ഖബർ വിശാലമാക്കി കൊടുക്കും. ശേഷം ഒരു സുന്ദരനായ സുമുഖനായ വളരെ മനോഹരമായി വസ്ത്രം ധരിച്ച വളരെ സുഗന്ധം വരുത്തുന്ന ഒരു മനുഷ്യൻ കടന്നു വരും. ആ മനുഷ്യൻ ഈ റൂഹിനോട്, ഈ വ്യക്തിയോട് സന്തോഷ വാർത്ത അറിയിക്കുകയും സന്തോഷിച്ചു കൊള്ളുക. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ദുനിയാവിൽ നിനക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്. അതാ ആ ദിവസം നിന്നിലേക്ക് വന്നണഞ്ഞിരിക്കുന്നു. ഈ മനുഷ്യൻ പറയും, നിന്നെ കാണുമ്പോൾ, നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷം നൽകുന്നു. ആരാണ് നീ? അപ്പോൾ ആ വ്യക്തി പറയും, ഞാൻ നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ്. ഈ ദുനിയാവിൽ നമ്മൾ ചെയ്ത സ്വതക്കകളും, നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങളും, നമ്മൾ ഓതിയ വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങളും, നമ്മൾ നടത്തിയ ദഅവ പ്രവർത്തനങ്ങളും എല്ലാം അന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു മനോഹരമായ സുഗന്ധപൂരിതമായ ഒരു മനുഷ്യന്റെ രൂപത്തിലേക്ക് അന്ന് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരും. അത് നമുക്ക് വലിയ സന്തോഷം നൽകും. സഹോദരങ്ങളെ, ആ നിലക്ക് ഒരു സത്യവിശ്വാസിയുടെ കുറഞ്ഞ സമയം കൊണ്ട് ഈ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നു. നമ്മൾ ജനാസ സംസ്കരണം നടത്തി, നമസ്കാരം കുളിപ്പിച്ച് കഫം പുടവ അണിഞ്ഞ്, അതേപോലെ തന്നെ പള്ളിയിൽ കൊണ്ടുപോയി നമസ്കരിച്ച് ഖബറിലേക്ക് ഇറക്കി വെച്ച് പോയി കുറച്ച് കഴിയുമ്പോഴേക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. ഇതൊക്കെ ഒരു പക്ഷേ ഇന്ന് മരണപ്പെട്ടാൽ വളരെ കുറച്ച് സമയങ്ങൾ കൊണ്ട് ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടവരാണ്. അതേസമയം ഒരു സത്യനിഷേധിയുടെ അവസ്ഥയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു സത്യവിശ്വാസിയുടെ ആത്മാവ് പിടിക്കാൻ വേണ്ടി മലായിക്കത്തുകൾ ഇറങ്ങി വരുമ്പോൾ വളരെ വിരൂപിയായ, കണ്ടാൽ പേടി തോന്നുന്ന മലായിക്കത്തുകൾ നരകത്തിലെ പുടവയുമായി അവന്റെ അടുക്കലേക്ക്, നരകത്തിലെ വിരുപ്പുമായി, ദുർഗന്ധം വമിക്കുന്ന വിരുപ്പുമായി, കരിമ്പുടവയുമായി അവന്റെ അടുക്കലേക്ക് കടന്നു വരും. എന്നിട്ട് അവന്റെ ചുറ്റും നിൽക്കും. അതിൽ നിന്നും, ആ പുടവയിൽ നിന്നും ദുർഗന്ധം വമിക്കും. പിന്നീട് മലക്കുൽ മൗത്ത് വരും. അവന്റെ അടുത്ത് വന്നിരുന്ന് വളരെ വലിയ ഉച്ചത്തിൽ അവനോട് പറയും, ഉഖ്റുജി ഇലാ ഗളബിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ കോപത്തിലേക്ക് നീ പുറപ്പെട്ടുകൊള്ളുക. ആ ആത്മാവ് ഇത് കേൾക്കുമ്പോൾ പേടിച്ച് ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പിൻവലിയും. നനഞ്ഞ പഞ്ഞി കൊളുത്തുകളുള്ള ഒരു ദണ്ടിൽ നിന്നും എങ്ങനെ ഊരിയെടുക്കുമോ അതേപോലെ
ആ ആത്മാവിനെ ശരീരത്തിൽ നിന്നും വലിയ വേദനകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ ശരീരത്തിൽ നിന്നും ആ ആത്മാവിനെ ഊരിയെടുക്കും. എന്നിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന മലായിക്കത്തുകളുടെ ആ പുടവയിലേക്ക് വെക്കും. ദുനിയാവിലെ ചീഞ്ഞളിഞ്ഞ ശവശരീരത്തിൽ നിന്നും വമിക്കുന്ന ഏറ്റവും മോശപ്പെട്ട ദുർഗന്ധം അതിൽ നിന്നും പുറത്തു വരും. എന്നിട്ട് ഈ ആത്മാവിനെയും കൊണ്ട് ഒന്നാം ആകാശത്തിലേക്ക് പോകും. മലക്കുകൾ ചോദിക്കും, ഏതാണ് ഈ മോശപ്പെട്ട ആത്മാവ്? ദുനിയാവിൽ ആ മനുഷ്യൻ അറിയപ്പെട്ട ഏറ്റവും മോശപ്പെട്ട പേരുകൊണ്ട് അവിടെ പരിചയപ്പെടുത്തും. ഒന്നാം ആകാശത്തിലേക്കെത്തി ഈ ആത്മാവിന് വേണ്ടി സ്വർഗത്തിൽ പിന്നെ ഒന്നാം ആകാശത്തിലെ കവാടങ്ങൾ തുറക്കാൻ ആവശ്യപ്പെടും. അത് തുറക്കപ്പെടുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ട് ആയത്തോതി, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ആ മനുഷ്യന് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുകയില്ല. ഒരൊട്ടകം ഒരു സൂചിക്കുഴലിലൂടെ പ്രവേശിക്കുക എന്നത് എത്രത്തോളം പ്രയാസമാണോ അത്രയും പ്രയാസമാണ്, അഥവാ ഒരിക്കലും സാധ്യതയില്ലാത്ത കാര്യമാണ് അയാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. എന്നിട്ട് ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ദുനിയാവിലെ ഭൂമിയിലെ ഏറ്റവും അടിത്തട്ടിലുള്ള സിജ്ജീനിൽ ആ മനുഷ്യന്റെ രേഖകൾ രേഖപ്പെടുത്താൻ പറയും. ആകാശലോകത്ത് നിന്നും ആ മനുഷ്യന്റെ ആത്മാവിനെ വലിച്ചെറിയും. അപ്പോഴേക്കും ഇവിടെ സംസ്കരണങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും. ആ മനുഷ്യനെ ഖബറിലേക്ക് ഇറക്കി വെച്ച ആളുകളൊക്കെ പോയിട്ടുണ്ടാകും. രണ്ട് മലായിക്കത്തുകൾ ആ മനുഷ്യന്റെ അടുക്കലേക്ക് വരും, ചോദിക്കും, മൻ റബ്ബുക്, നിന്റെ റബ്ബാരാണ്? ആ മനുഷ്യൻ പറയും, ലാ അദ്രി, ലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറയും. ആകാശലോകത്തു നിന്നൊരു വിളിയാളമുണ്ടാകും, അയാൾ കള്ളം പറഞ്ഞിരിക്കുന്നു. നരകത്തിന്റെ ഒരു വിരിപ്പ് വിരിച്ചു കൊടുക്കുക, നരകത്തിൽ നിന്നുള്ള ഒരു കവാടം അയാളുടെ ഖബറിൽ തുറക്കുക. ആ ഖബറിൽ നിന്നും ശക്തമായ ചൂട് ആ മനുഷ്യൻ അനുഭവിക്കും. വാരിയെല്ലുകൾ കോർക്കുമാറ് അദ്ദേഹത്തിന്റെ ശരീരം ആ ഖബറിൽ ഇടുക്കപ്പെടും. ശേഷം ഒരു മനുഷ്യൻ കടന്നു വരും. കണ്ടാൽ പേടി തോന്നുന്ന, അറപ്പ് തോന്നുന്ന, ദുർഗന്ധം വമിക്കുന്ന മോശപ്പെട്ട വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ അടുക്കലേക്ക് കടന്നു വരും. അയാൾ പറയും, എന്നിട്ട് ഈ വ്യക്തിയോട് പറയും, നിനക്ക് താക്കീത് നൽകിയ ദിവസമാണ് ഇത്, നിനക്കിതിനെക്കുറിച്ച് താക്കീത് നൽകിയിരുന്നു, അതുകൊണ്ട് നീ ശിക്ഷ അനുഭവിച്ചു കൊള്ളുക. ഈ മനുഷ്യൻ പറയും, തിന്മയുമായി വന്ന നീ ആരാണ്? അപ്പോൾ ആ വ്യക്തി പറയും, ഞാൻ നീ ചെയ്ത തിന്മകളാണ്, ദുനിയാവിൽ നീ കണ്ട ഹറാമുകൾ, ദുനിയാവിൽ നീ പിന്നെ വരുത്തിയ വീഴ്ചകൾ, നമസ്കാരങ്ങളിൽ, ഇബാദത്തുകളിൽ, അതിലൊക്കെ നീ വരുത്തിയ വീഴ്ചകൾ, നീ പറഞ്ഞ തിന്മകൾ, നീ കേട്ട തിന്മകൾ. അങ്ങനെ ഈ തിന്മകളെല്ലാം നാളെ പിന്നെ ഖബറിൽ നമ്മുടെ അടുക്കലേക്ക് നമ്മളെ പേടിപ്പെടുത്തുന്ന രൂപത്തിലേക്ക് കടന്നു വരും. അയാളുടെ ഖബറ് നരകത്തിന്റെ ഒരു കുഴിയായി, തീയുടെ ഒരു കുഴിയായി അയാളുടെ ഖബർ മാറും. സഹോദരങ്ങളെ, ഈ രണ്ടാലൊരവസ്ഥകളിലൂടെ കടന്നു പോകാത്ത ഒരു മനുഷ്യരും നമ്മുടെ കൂട്ടത്തിലുണ്ടാകില്ല. ഈ രണ്ടാലൊരു രൂപത്തിൽ എന്തായാലും മരണത്തോടുകൂടി നമ്മൾ കടന്നു പോകും. അതുകൊണ്ട് തന്നെ മരണവാർത്തകൾ കേൾക്കുമ്പോൾ, മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആ മനുഷ്യന് ദുനിയാവിൽ അനുഭവിക്കാൻ കഴിയാതെ പോയ സുഖങ്ങളെക്കുറിച്ചോ അയാളുടെ കുടുംബത്തിൻ്റെ നഷ്ടത്തെക്കുറിച്ചോ അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അയാളുടെ പരലോകത്തെ അവസ്ഥ എന്തായിരിക്കും? നമ്മളും ഇതുപോലെ മരിക്കേണ്ടവരാണ്. അതുകൊണ്ട് ആ നിലക്ക് മരണത്തെക്കുറിച്ച് ധാരാളമായി നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. അങ്ങനെ ചിന്തിക്കാൻ സാധിച്ചാൽ നമുക്ക് നന്മകളിൽ വളരെ സജീവമായി മുന്നോട്ട് വരാൻ സാധിക്കും. വളരെ ഉത്സാഹമുണ്ടാകും. ദുനിയാവിനോടുള്ള താല്പര്യം കുറയും. ദുനിയാവിൽ നമുക്ക് അല്ലാഹു അനുവദിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കണം. പക്ഷേ അതിൻ്റെ പിന്നാലെ ഓടിയിട്ട് പരലോകത്തെ മറക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകില്ല. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. ഏതു സമയത്തും മരിക്കുമെന്ന ചിന്തയാണ് നന്മകളിൽ ഉത്സാഹത്തോടുകൂടി മുന്നേറാനും തിന്മകളിൽ നിന്നും പശ്ചാത്താപിച്ച് മടങ്ങാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി. ഒരു ഖബറിൽ നിന്ന് തിരിച്ചു വന്നാൽ അവൻ ഏതു പ്രവർത്തനങ്ങൾക്കാണോ പ്രാധാന്യം കൊടുക്കുക, ആ നിലക്ക് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് നന്മകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അല്ലാഹു നൽകിയ ആയുസ്
വളരെ കുറഞ്ഞ ആയുസ്സാണ്. കിട്ടിയ അവസരങ്ങൾ, ഒഴിവു സമയവും ഈ ആരോഗ്യവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും ചെറിയ ചെറിയ അധ്വാനങ്ങൾ മതി വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ. നമ്മൾ അശ്രദ്ധയിലായി പോകുമ്പോൾ വലിയ നന്മകളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. പള്ളിയിലേക്ക് കുറച്ച് നേരത്തെ വരാൻ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നേരത്തെ നമുക്ക് വരാൻ അവസരമുള്ള ആളുകൾ, ജോലി തിരക്കോ മറ്റു തിരക്കുകളൊന്നും ഇല്ലാതെ നേരത്തെ വരാൻ അവസരമുള്ള, വീട്ടിൽ ഒഴിവുള്ള ആളുകൾ അവർ നേരത്തെ വരണം. നമ്മൾ പള്ളിയിൽ കുറച്ച് നേരത്തെ വരാൻ വലിയ അധ്വാനമൊന്നും വേണ്ട. ഇവിടെ വന്നിരുന്ന് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്ത് വന്നിരിക്കുമ്പോൾ നേരത്തെ വരുന്ന ആളുകൾക്ക് ഒരു ഒട്ടകമറുത്ത പ്രതിഫലം, രണ്ടാമത്തെ സമയത്ത് വരുന്ന ആളുകൾക്ക് ഒരു പശുവിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം. അപ്പോൾ ആ നിലക്കൊക്കെ നമുക്ക് വലിയ പ്രതിഫലം. നമ്മളൊരു ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്യാൻ ഇപ്പം തീരുമാനിച്ചാൽ എത്ര സമ്പത്ത് വേണം, എത്ര അധ്വാനം വേണം. പക്ഷേ കുറഞ്ഞ ചില പ്രവർത്തനങ്ങൾ കൊണ്ട്, കുറഞ്ഞ അധ്വാനം കൊണ്ട് ഈ വലിയ മഹത്തായ പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. നമസ്കാരത്തിന് വേണ്ടി നമ്മൾ എന്തായാലും പള്ളിയിൽ വരും. ഒരല്പം നേരത്തെ വന്നാൽ, ഈ സമയമൊക്കെ നമ്മൾ ഒരുപാട് സമയം നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് ചിലവഴിക്കുന്നു. ഒരല്പം നേരത്തെ പള്ളിയിൽ വന്നാൽ നമുക്ക് സുന്നത്ത് നമസ്കരിക്കാം. നമസ്കാരം കഴിഞ്ഞ് നമ്മൾ തിരക്കിട്ടോടും. എവിടേക്കാണ്? ഒരു തിരക്കുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് വെറുതെ ഇരിക്കാൻ. നമ്മൾ കുറച്ചൊന്ന് അധ്വാനിച്ചാൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് പോകാൻ കഴിയും. അദ്കാറുകൾ ചൊല്ലാൻ സാധിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പഠിപ്പിച്ച് അദ്കാറുകൾ. വളരെ കുറഞ്ഞ അധ്വാനം മതി, വലിയ പ്രതിഫലങ്ങൾ. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 100 തവണ ഒരു ദിവസം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അയാൾക്ക് 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം. മാത്രമല്ല 100 നന്മകൾ ആ മനുഷ്യനെ രേഖപ്പെടുത്തും, 100 തിന്മകൾ ആ മനുഷ്യനിൽ നിന്നും മായ്ക്കപ്പെടും. വലിയ പ്രതിഫലം ഒരു ചെറിയ ദിക്റിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ആ നിലക്ക് നമ്മുടെ നന്മകളെ ഒരു ദിവസം നഷ്ടപ്പെടുത്താതെ നേടുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ചിലതൊക്കെ നമ്മൾ എന്തായാലും ചെയ്യുന്നതാണ്. പള്ളിയിലേക്ക് കയറുമ്പോൾ നമ്മൾ എന്തായാലും ഏതെങ്കിലും ഒരു കാല് വെക്കും. അതൊന്ന് വലതുകാലായാൽ അവിടെ നമുക്ക് പ്രതിഫലമാണ്. പള്ളിയിൽ ഇറങ്ങുമ്പോൾ എന്തായാലും നമ്മളൊരു കാല് വെക്കും. അതൊന്ന് ഇടതുകാലായാൽ അവിടെ നമുക്ക് പ്രതിഫലമാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ, ഒരല്പം ശ്രദ്ധിച്ചാൽ ഒരുപാട് നന്മകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ നിലക്ക് മരണപ്പെടുന്നതിന് മുമ്പ് നന്മകളുമായി, ധാരാളം നന്മകളുമായി ഖബറിലേക്ക് മലക്കുകളെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങളിൽ സജീവമാകാൻ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ വീഴ്ചകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല നിലക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അല്ലാഹു എല്ലാവരുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ദൂരീകരിച്ചു നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.